പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 40 ഓഫ് അവർ ജേർണി. നാം നോമ്പ് കാലത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയാണ്. ഇന്നേ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. ജീസസ് ഫെയർവെൽ ഹിസ് ഡെത്ത്. ഒരിക്കലൊരു ചെറിയ കുട്ടി തൻ്റെ അപ്പനോടൊപ്പം ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുകയായിരുന്നു. പേടിച്ചരണ്ട കുട്ടി ചോദിച്ചു, അപ്പാ, നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, പേടിക്കണ്ട, ഇരുട്ട് അവസാനിക്കുന്നിടത്താണ് വെളിച്ചം തുടങ്ങുന്നത്. ഈ വഴിയിലൂടെ നടന്നാലേ നമുക്ക് മനോഹരമായ ആ പുൽമേട്ടിലെത്താൻ കഴിയൂ. The road to the sunrise always passes through the night. ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് യാത്രയിലെ ഭയത്തെ മാറ്റുന്നത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്നൊരു പ്രധാന കാര്യം പഠിക്കാം. കുരിശിന് അപ്പുറത്തെ ഉയർപ്പ്. ഫേസിങ് ദ ട്രൂത്ത് വിത്ത് കറേജ്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിലായി ധൈര്യത്തോടെ നടക്കുകയായിരുന്നു. താൻ പരിഹസിക്കപ്പെടുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും അവിടത്തേക്ക് അറിയാമായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ആഫ്റ്റർ 3 days he will rise. മരണം അവസാനമല്ലെന്ന് യേശുവിന് ഉറപ്പായിരുന്നു. കഷ്ടപ്പാടുകളെ ഒളിച്ചോടാനല്ല, മറിച്ച് ദൈവഹിതം നിറവേറ്റാൻ, നേരിടാനാണ് യേശു പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ വരുമ്പം നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്തിനാണ് എനിക്ക് മാത്രം ഈ ദുരിതം എന്ന് നാം ചോദിക്കും. എന്നാൽ ഇന്ന് യേശുവിനെ നോക്കൂ. അവിടുന്ന് കുരിശിനെ നോക്കി ഓടിയതല്ല, കുരിശിന് നേരെ നടന്നവനാണ്. ജീസസ് ഡിഡ്ന്റ് റൺ അവേ ഫ്രം ദ ക്രോസ്, ഹി വാക്ക്ഡ് ടുവേഴ്സ് ഇറ്റ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇരുണ്ട തുരങ്കം എന്താണ്? അതൊരു രോഗമാകാം, അല്ലെങ്കിൽ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാകാം. പേടിക്കേണ്ട, ഇതിന് അപ്പുറം ഒരു ഉയർപ്പുണ്ട്. ആ വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. കഷ്ടപ്പാടുകൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. പെയിൻ ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ, ഗ്ലോറി ഈസ്. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.